പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ ഓഫീസിലേക്ക് പോവാനിറങ്ങുമ്പോഴാണ് വിക്രം ബൈക്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. വേദയെ കണ്ടപ്പോൾ വിക്രം അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, വേദ, നിന്റെ തീരുമാനം എന്താ? എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് പറയും. നീ ഇനി വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെയാണോ നിന്റെ ഇപ്പോഴത്തെയും പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ദേഷ്യത്തിൽ അങ്ങ് മറുപടി കൊടുക്കും. വിക്രം, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ കാത്ത് എൻ്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എല്ലാം നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞു തീർത്തതല്ലേ. അത് വീണ്ടും ആവർത്തിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ആ നിലപാടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും. ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറയാണ് വേദ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, ശരി, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി ഒരിക്കലും ഞാൻ നിന്റെ മുന്നിലേക്ക് വരില്ല. പക്ഷേ എൻ്റെ വീട് എപ്പോഴും നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ബൈക്കും എടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ്. വേദയാണെങ്കിൽ ആകെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് നടക്കും. തന്റെ ജീവിതം തകർത്ത ശ്രീകാന്തിനോടുള്ള കട്ടക്കലിപ്പിലായിരിക്കും വേദ നേരെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം അന്നേരം ചക്രവാണി സാറ് വേദയെ ക്യാബിൻ്റെ അകത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, വേദ, എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ എന്ന് വേദ ആകാംക്ഷയോടുകൂടെ ചോദിക്കുമ്പോൾ ചക്രവാണി സാറ് പറയും, അതെ, ഒരു പ്രധാനപ്പെട്ട കേസ് വന്നിട്ടുണ്ട്. അത് നീ തന്നെ ഏറ്റെടുക്കണം. കാരണം നിന്നെ പോലെ ഇത്രയും ബ്രില്യൻറ്റും കോൺഫിഡൻസും ഉള്ള വേറൊരാളേതായാലും ഈ ഒരു ഓഫീസിലില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാനിത് പറയുന്നത് എന്ന് പറയും. ഇതിപ്പോ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ സർ? എന്താണെങ്കിലും ഒരു മുഖവരയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാണ് വേദ. അന്നേരം സാറ് പറയുന്നുണ്ട്, വേദ, ഇത് നിന്റെ സ്വന്തം ഏട്ടൻ ശ്രീകാന്തിനെതിരെയുള്ള ഒരു കേസാണ്. ഇത് കേട്ടപ്പോ വേദ ആദ്യമൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്ത്, ശ്രീയേട്ടനോ? എന്ത് കേസ്? അന്നേരം ചക്രവാണി സാറ് പറയുന്നത്, ഫ്ളാറ്റിൽ വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നും കോടികളാണ് അയാൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതുമല്ലാതെ ലക്ഷങ്ങളുടെ ചിട്ടിയും തട്ടിപ്പും നടത്തുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പലിശയോ മുതലോ ഒന്നും തന്നെ കിട്ടുന്നില്ല. സത്യം പറഞ്ഞ ഒരു പക്കാ തട്ടിപ്പ് കേസ്. നിന്റെ ഏട്ടൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് വലിയൊരു ഉഡായിപ്പാണ്. ഒരുപാട് പേരുടെ പരാതിയുടെ പുറത്താണ് ഈ ഒരു കേസ് നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറയും. ഈ കേസിൽ നീ ജയിച്ചാൽ അത് നിന്റെ കരിയറിൽ വല്ലാത്തൊരു മാറ്റം തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നീ പിന്നെ നാടറിയുന്ന വലിയൊരു വക്കീലാവും. സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമൊക്കെ ഇപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആ ഒരു തട്ടിപ്പ് കേസുകളുടെ എല്ലാം തലവൻ ഈ പറയുന്ന ശ്രീകാന്താണ് നിന്റെ ഏട്ടനാണെന്നുള്ള വിവരം. അതിനുള്ള കുറച്ച് തെളിവുകൾ ഇതിൽ തന്നെയുണ്ട്. ശ്രീകാന്താണ് ഇത് ചെയ്തതെന്ന് ഏകദേശം ഉറപ്പായതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഞാൻ ഏറ്റെടുത്തത്. ഇത് കേട്ടപ്പോൾ വേദ ആണെങ്കിൽ ആകെ തരിച്ചു നിൽക്കാണ്. വേദക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. തന്റെ ഏട്ടൻ തന്നെയാണോ ഇതെല്ലാം ചെയ്തു വെച്ചത് എന്ന് അവൾ ഒരു നിമിഷമങ്ങ് ആലോചിക്കുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി തന്നെ വേദ പറയുന്നുണ്ട്, സർ, എൻ്റെ അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, മുഖം നോക്കാതെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന്. പിന്നെ എന്നെ പോലുള്ള വക്കീലന്മാരാണ് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന്. ആ പാഠമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബന്ധം നോക്കി ഏട്ടനാണെന്ന പരിഗണനയൊന്നും ഞാൻ ഈ കേസിൽ കൊടുക്കില്ല. എൻ്റെ മുന്നിൽ കേസ് എന്താണോ അത് മാത്രം ഞാൻ നോക്കിയാൽ മതി. ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ഡ്യൂട്ടി. ഈ കേസ് ഞാൻ തന്നെ ഏറ്റെടുക്കാം സർ. എനിക്ക് പൂർണ്ണ സമ്മതം. ഇത് കേട്ട് വേദിയുടെ കോൺഫിഡൻസ് കണ്ട് ചക്രവാണി സർ പറയും, നിന്നെപ്പോലെ ഒരാളാണ് ഇനി ഈ സൊസൈറ്റിക്ക് ആവശ്യമെന്ന്. ഇതുപോലെ തന്നെ ആവട്ടെ ഇനിയുള്ള തലമുറയും. ഇത്രയും പറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ വേദയുടെ കയ്യിലേക്ക് ആ ഒരു കേസ് ഫയൽ അങ്ങ് കൈമാറുന്നുണ്ട് ചക്രവാണി സാറ്. വേദ അത് വാങ്ങിച്ചതിന് ശേഷം അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും സാക്ഷികളും തെളിവുകളും എല്ലാം ഓരോന്നോരോന്നായി പരിശോധിച്ചു. എല്ലാം കണ്ട് വേദ ഒന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് സാറ് പറയുന്നുണ്ട്, താൻ എന്നാ ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒന്ന് പഠിക്ക്. ശരിയെന്ന് പറഞ്ഞ് വേദ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. എന്നിട്ട് ഇതെല്ലാം നോക്കി ശ്രീകാന്തിനെ കുറിച്ച് ആലോചിക്കാണ്. തന്റെ ജീവിതം മാത്രമല്ല അയാൾ നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചും ദ്രോഹിച്ചും പണം ഉണ്ടാക്കുന്ന ഏട്ടനോട് അവൾക്ക് കടുത്ത വെറുപ്പും ദേഷ്യവും തോന്നി. വേദ രണ്ടും കൽപ്പിച്ച് ശ്രീകാന്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട്. തന്റെ കൂടെയുള്ള ആരോ ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ച് പറയാണ്, സർ, സാറിനെതിരെ കോടതിയിൽ പരാതി വന്നിട്ടുണ്ട് എന്ന്. കേസായാൽ അത് നാടറിയും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ സാറിന്റെ ജീവിതം പോക്കാണെന്നൊക്കെ പറയും. അന്നേരം ശ്രീകാന്ത് ആണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഉടനെ തന്നെ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയും. അച്ഛാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്നാ തോന്നുന്നത്. നമ്മുടെ ബാങ്കിൽ പണം അടിച്ചവരും ഫ്ലാറ്റ് പണിത് തരാമെന്ന് പറഞ്ഞ് പണം കൊടുത്തവരും എല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കൂടി കേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വക്കീൽ നോട്ടീസ് വന്നാൽ അതോടുകൂടെ തന്നെ എല്ലാം തീരും. ഞാനാണ് ഇതിന്റെ പിന്നിലെങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാനലിലും ടിവിയിലും എല്ലാം എൻ്റെ വാർത്തയായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കും മോനെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാമെന്ന് പറയും. നീ മാത്രമല്ല, നിന്റെ കൂടെ വേറെയും ചിലരുണ്ടല്ലോ, അവരൊക്കെ ഞാൻ അങ്ങ് പൊക്കാം. ഇതൊരു കള്ളക്കേസാണെന്ന് നമുക്ക് വാദിക്കാം. നോട്ടീസ് വരട്ടെ, നീ ഇപ്പോഴേ ഇങ്ങനെ കിടന്ന് പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രശേഖരൻ ആശ്വസിപ്പിക്കും. ആർക്കും സംശയം തോന്നിപ്പിക്കാത്ത വിധം ഇതൊക്കെ ഉഡായിപ്പ് കേസാണെന്ന് നമുക്ക് വരുത്തി തീർക്കാം.
അതിനാണോ ഇപ്പോഴത്തെ കാലത്തെ പാട്? പണം കൊണ്ട് ആരെയും വിലക്കെടുക്കാം, കുറച്ച് കാശങ്ങ് ഇറക്കേണ്ടി വരും, എന്നിട്ട് രക്ഷപ്പെടാമെന്നൊക്കെ പറയും. ചന്ദ്രശേഖരൻ അങ്ങനെ ശ്രീകാന്തിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അന്നേരം സമാധാനത്തോടു കൂടി തന്നെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തു. വിക്രം വേദയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് ഷോപ്പിലിരിക്കുമ്പോഴാണ് ശ്രീനിവാസന്റെ ഫോണിൽ നിന്നും വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നും അത്യാവശ്യമായിട്ട് കാണണമെന്നും പറയും. അന്നേരം ജോസഫ് ഏട്ടൻ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നീ പഴയ വിക്രമാവണം. ഒരു പെണ്ണിനെ ആലോചിച്ചിട്ട് ഇങ്ങനെ തീർക്കേണ്ടതാണോ നിന്റെ ജീവിതം? ഇനി വേദയെ കാണില്ല എന്ന് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരല്ലേ നീ? നിന്നെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും അവൾ തിരിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ വരും. വേദയൊന്നും മറക്കാൻ നോക്ക്. എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കരുത് എന്നൊക്കെ പറയും. അന്നേരം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അതെ, അത് ശരിയാണ്. വേദക്കില്ലാത്ത വിഷമമാണോ നിനക്ക് എന്ന് ചോദിക്കും. നിന്നോട് കാണിച്ചത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ നിന്നെ ഉപേക്ഷിക്കാൻ അവൾക്ക് കഴിയില്ല. പിന്നെ ഇപ്പൊ മാറി നിൽക്കുന്നത് അത് ചിലപ്പോ നിന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. നിന്നോട് തീരെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിൽ തന്നെ ഇട്ട് നടക്കുവോ? ഇത് കേട്ടപ്പോൾ വിക്രം പറയുന്നത്, ഒരിക്കലും ഞാനായിട്ട് ഇവളുമായിട്ട് അടുത്തതല്ല. എന്റെ മനസ്സറിയാതെ അടുത്തു പോയതാണ്. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ ഒരു കാര്യം എനിക്കറിയാം. എന്റെ മനസ്സ് നിറയെ ഇപ്പൊ വേദ മാത്രാണ്. അവളുടെ മുഖമാണ് ഇപ്പോഴും എന്റെ കണ്ണിൽ വരുന്നത്. അവൾ എന്നെ വിട്ടുപോയപ്പോഴാണ് ഇത്രമാത്രം അവൾ എന്റെ മനസ്സിൽ പ്രിയപ്പെട്ടതാണെന്ന സത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവളില്ലാതെ എനിക്കൊരു സമാധാനവുമില്ല. വിക്രം, പതിയെ പതിയെ എല്ലാം ശരിയാവും. അന്നേരം വിക്രം പറയുന്നത്, ശ്രീനി സാർ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ നിന്നും ഇറങ്ങി. അന്നേരം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, എന്തായിരിക്കും വേദ വിക്രമിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സത്യം പറഞ്ഞ വേദ ആഗ്രഹിച്ചതല്ലേ വിക്രം തന്നെ സ്നേഹിക്കണമെന്ന്. എന്നിട്ടിപ്പോ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും തിരികെ വരാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഹാ, ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ജോലിയിൽ മുഴുകി. ഇതേ സമയത്ത് തന്നെ വിക്രം ശ്രീനിവാസനെ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ സർ? സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു ഷോക്കായിരിക്കും. പക്ഷേ എനിക്ക് നല്ലൊരു കാര്യമായിട്ടാ തോന്നിയത്. അത് വെച്ച് ഇനി കളി തുടങ്ങണം. എന്താ സർ? എനിക്ക് മനസ്സിലായില്ല എന്ന് വിക്രം പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, ഈ വേദയുടെ ഏട്ടൻ ശ്രീകാന്ത് ശരിക്കും പറഞ്ഞ ഒരു തട്ടിപ്പ് വീരനാണ്. അയാൾക്കെതിരെ കോടതിയിൽ ജനങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ തട്ടിപ്പിൽപ്പെട്ടവർ പറയുന്നത് അവന്റെ പേരിൽ 1-2 കോടിയല്ല, 10-15 കോടിയുടെ തട്ടിപ്പാണ് അവൻ നടത്തിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇത് കേട്ടത് ഉടനെ തന്നെ വിക്രം വല്ലാതായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ കാര്യമൊക്കെ സാർ എങ്ങനെ അറിഞ്ഞു? അന്നേരം ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, എന്നെ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞതൊക്കെ വക്കീല് തന്നെയാണ്. കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നും അതിലെ പ്രതി ശ്രീകാന്താണെന്നും മറ്റൊരു കാര്യം കൂടി ചക്രവാണി സാറിന്റെ കയ്യിൽ നിന്നാണ് അറിഞ്ഞത്. ഈ കേസ് അയാൾ വേദയെ ഏൽപ്പിക്കാനാണ് ചാൻസ് എന്ന് പറയും. പക്ഷേ വേദ അത് ഏറ്റെടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ഏട്ടനെതിരെ വേദ ഇങ്ങനെയൊക്കെ ചെയ്യോ? അവരുടെ കൂടെയല്ലേ വേദയുടെ താമസം. അന്നേരം പിന്നെ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മളത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ശ്രീകാന്തിനെ നാട്ടുകാരുടെ മുന്നിൽ അങ്ങ് നാണം കെടുത്തണം. ജനങ്ങൾക്കിടയിൽ അവനോടുള്ള വിശ്വാസം തകർക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല. ശ്രീകാന്തിനെതിരെ ഓഫീസിൽ ബഹളവും ജാഥയും ഒക്കെ നടത്തണം. ഓഫീസ് അങ്ങ് പൂട്ടിക്കണം. അതുപോലെ തന്നെ അവന്റെ കമ്പനിയും ബിസിനസ്സും എല്ലാം അങ്ങ് തകർത്തു വാരണം. അതിന് നീ തന്നെ മുന്നിൽ നിൽക്കണം എന്നൊക്കെ പറയാണ്. ഇതിൻ്റെയൊക്കെ ലീഡർ നീ തന്നെ ആവണമെന്നിങ്ങനെ ശ്രീനിവാസൻ സാറ് പറയും. ശ്രീകാന്തിനോട് എനിക്കും കടുത്ത ദേഷ്യമുണ്ടല്ലോ, അത് തീർക്കാൻ പറ്റിയ അവസരമാണിത് എന്ന് വിക്രം പറയും. ഇങ്ങനെയുള്ളവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല സർ, ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറയാണ് വിക്രം. അവനെ പോലീസ് അറസ്റ്റ് ചെയ്യണം, നാടറിയണം അവന്റെ തനി നിറം. ഇനി ആരും ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല. അന്നേരം ശ്രീനിവാസൻ സർ പറയുന്നുണ്ട്, എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആളെ സംഘടിപ്പിച്ച് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാൻ നോക്ക്. വിക്രം അതിനു വേണ്ടിയിട്ട് ഓരോ കരുക്കളൊക്കെ നീക്കാൻ തുടങ്ങി. ഇതേ സമയം വേദയാണെങ്കിൽ വക്കീൽ നോട്ടീസ് ശ്രീകാന്തിന് അയക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു ചില്ലറക്കാരനല്ലോ. അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താടേ നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്നെ ഞാൻ ഇവിടേക്ക് വരുത്തിച്ചത് കൊണ്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ശ്രീകാന്ത് ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇനി എന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളും പതിയെ പതിയെ അറിഞ്ഞു തുടങ്ങും. ദൈവം എൻ്റെ കൂടെയുണ്ട്, അത് എനിക്കിപ്പോൾ മനസ്സിലായി. ഇത്രയും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോട് കൂടി തന്നെ വേദ അവിടെ നിന്നങ്ങ് പോവാണ്. അന്നേരം ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇത്ര തെളിച്ചത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എന്തായിരിക്കും കാരണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കും. അന്നേരം ശ്രീകാന്ത് വക്കീലിനെ കാണാനയച്ച് പുറത്തേക്ക് പോയി. അന്നേരം വക്കീല് പറയുന്നുണ്ട്, സർ, ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണല്ലോ. മാത്രമല്ല സർ ഒപ്പിട്ട് കൊടുക്കാത്ത രസീറ്റും അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ പല രേഖകളും അവർ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരാജയപ്പെട്ടു പോവും. പിന്നെ അതുമാത്രല്ലോ, തൻ്റെ അനിയത്തി വേദ തന്നെയാണല്ലോ തനിക്കെതിരെ വാദിക്കാൻ പോകുന്നത് എന്ന് പറയും. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയുന്നത്, എന്ത് വേദയോ? വേദക്കറിയാമോ ഇതൊക്കെ?
അതെ, ചക്രവാണി സാറിനാണ് ഈ ഒരു കേസ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ വേദ തന്നെയായിരിക്കും ഇത് ഏറ്റെടുക്കാനും പോകുന്നത്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള വേറെ വക്കീലൊന്നും ചക്രവാണി സാറിന്റെ കൂടെ ഇപ്പൊ ഇല്ലല്ലോ. അതാണ് വാസ്തവം. അന്നേരം ശ്രീകാന്ത് പറയുന്നത് ഇതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും എനിക്കിതിൽ ഒരു പങ്കുമില്ലെന്ന് എങ്ങനെയെങ്കിലും തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറയും. നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പറ, ഞാൻ വേറെ വക്കീലിനെ നോക്കാമെന്നും പറയും. വക്കീല് പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ സർ, ഈ കേസ് ഏറ്റെടുത്താൽ പിന്നെ ജയിക്കണമല്ലോ. എനിക്ക് പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ സർ വേറെ ആരെങ്കിലും നോക്കുകയെന്നൊക്കെ പറയും. അന്നേരം ദേഷ്യത്തോടു കൂടി തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് പോയി. വേദ എന്തുകൊണ്ടാണ് തന്റെ മുന്നിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് സംസാരിക്കുന്നത് എന്ന കാര്യമൊക്കെ ശ്രീകാന്തിന് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ശ്രീനിവാസനും വിക്രമും ചേർന്നുകൊണ്ട് ശ്രീകാന്തിനെതിരെ സമരം നടത്തുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് തട്ടിയ പണം ശ്രീകാന്ത് എല്ലാവർക്കും കൂടി തിരിച്ചു നൽകണം. പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നും വിക്രം ആവശ്യപ്പെടുന്നുണ്ട്. അന്നേരം ഇതെല്ലാം തന്നെ ശങ്കരനാരായണനും അറിയും. വീട്ടിലേക്ക് എത്തിയ ശ്രീകാന്തിനോട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ശ്രീകാന്ത് ഞാൻ ഈ കേൾക്കുന്നത്? നീയും ചന്ദ്രശേഖരനും കൂടിയിട്ടല്ലേ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്? കച്ചവടവും മറ്റൊക്കെ നിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ലേ? ഞാൻ അതിലൊന്നും ഇതുവരെ തലയിടാനൊന്നും വന്നിട്ടില്ല. മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന പണമൊന്നും എനിക്ക് വേണ്ട. പക്ഷേ എന്റെ മകൻ കള്ളത്തരം കാട്ടി നാണക്കേട് ഉണ്ടാക്കിയുവെന്ന് എനിക്കറിയണം. നിന്റെ ചെയ്തികൾ കാരണം എന്റെ തല താഴ്ത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. അതുകൊണ്ട് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ പേരുള്ള ആരോപണങ്ങളെല്ലാം തന്നെ സത്യമാണോ, അതോ വിക്രമും ശ്രീനിവാസനും ചേർന്ന് നടത്തുന്ന നാടകമാണോ എന്ന് ചോദിക്കും. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും വിശ്വസിക്കരുത്. ഇത് മനഃപൂർവ്വം വിക്രം ചെയ്യുന്നതാണ്. വേദ അവന്റെ കൂടെ തിരിച്ചു പോവാത്തതിന്റെ ദേഷ്യം അവൻ എന്നോട് തീർക്കുന്നതാണ്. അതുകൊണ്ട് അവനാണ് ഇതെല്ലാം കെട്ടിച്ചമക്കുന്നത് എന്ന് ശ്രീകാന്ത് കള്ളം പറയും. അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ എങ്ങാനും കുറ്റം ചെയ്തിട്ടുണ്ടെന്നെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ശ്രീകാന്ത് വേദയുടെ അരികിലേക്ക് ചെന്ന് ഭീഷണിപ്പെടുത്തി. നീ എനിക്കെതിരെ വാദിച്ചു കഴിഞ്ഞാൽ വിക്രമിന്റെ ഫാമിലി കഷ്ടപ്പെടും. ഈ കേസിൽ നിന്നും പിന്മാറുന്നതാണ് നിനക്ക് നല്ലത്. വേദ കട്ടക്കലിപ്പിൽ തന്നെ അവനെ നോക്കി. വിക്രമിന്റെ വീട്ടിൽ സുധാകരൻ മാഷ് പറയും, നീ എന്തിനാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ പോയി തലയിടുന്നത്? ഇത് വേദയുമായിട്ടുള്ള നിന്റെ ബന്ധത്തെ ബാധിക്കില്ലേ? വിക്രം പറയുന്നുണ്ട്, അവനൊരു കൊടും ചതിയനാണ്. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പണം കൊള്ളയടിച്ച ഫ്രോഡാണ് അവന്. മാഷ് പറയുന്നുണ്ട്, അതിനൊക്കെ നിയമമുണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കും. വിക്രം പറയുന്നുണ്ട്, ഇനി ഞാനായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നില്ല എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോവാൻ റെഡിയാകുന്ന സമയത്തിന് ശ്രീകാന്ത് തടയും. നീ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും പോകില്ല. എന്നെ തോൽപ്പിക്കാൻ നോക്കുവാണോ നീ? വേദ പറയുന്നത്, എനിക്കാരെയും തോൽപ്പിക്കേണ്ട കാര്യമില്ല ശ്രീയേട്ടാ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്ക്. ശ്രീകാന്ത് പറയുന്നത്, നീ വിക്രത്തെ ഓർത്ത് കരയേണ്ടി വരും വേദ. വേദ പറയും, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറില്ല. വേദ വക്കീൽ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വേദ വക്കീൽ ഓഫീസിലേക്ക് പോയി. വഴിയിൽ വരുൺ ദീപ്തിയെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ദീപ്തി പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായിരിക്കും. വരുൺ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ബീച്ചിൽ പോവാമെന്ന് പറയും. അങ്ങനെ അവർ ചിരിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാസവൻ ദൂരെ നിന്ന് കാണാണ്. ശ്രീകാന്ത് വാസവനെ കണ്ട് സഹായം ചോദിക്കുന്നുണ്ട്. ദീപ്തിയും നിങ്ങളുടെ മകനും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. എന്നെ ഇതിൽ നിന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. വാസവൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന്? സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് നീ എന്തു ചെയ്യുന്ന ആളാണ്? പോലീസുകാരൻ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി. ശ്രീകാന്ത് വേദയുടെ കാല് പിടിക്കും. എന്നെ രക്ഷിക്കണം വേദ എന്നൊക്കെ പറഞ്ഞ് ഇത് കുടുംബത്തിൽ നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അപേക്ഷിക്കാണ്. വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചെയ്തത് ഇത് തന്നെയല്ലേ? വിക്രമിനെ എന്നിൽ നിന്നും അകറ്റിയ സമയത്തിന് നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നിയില്ലല്ലോ. അപ്പോ ഇത് നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷയാണ്. ഇൻസ്പെക്ടർ സാബു എന്ന് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ശങ്കരനാരായണാണെങ്കിൽ ആകെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എവിടെ പോയി ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ചിരി? ഇനി നിങ്ങൾ അഴിക്കുള്ളിലായിരിക്കും. നിങ്ങൾ ഇനി അഴിക്കുള്ളിൽ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഇൻസ്പെക്ടർ സാബു ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ട് ശങ്കരനാരായണനും മറ്റുള്ളവരും ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഈ വാർത്ത ചാനലുകളിലെല്ലാം വന്നു. പോലീസുകാർ നടത്തിയ പരിശോധനയിൽ സുധാകരൻ മാഷിനെ തട്ടിക്കൊണ്ടുപോയതും മരുന്ന് കുത്തിവെച്ചതുമായ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടുകിട്ടി. ഇതോടുകൂടി തന്നെ ശ്രീകാന്തിന്റെ എല്ലാ ചതികളും പുറത്തു വന്നു. വിക്രമിന്റെ കുടുംബവും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സാബു ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും വെളിച്ചത്തായി മിസ്റ്റർ. വിക്രമിന്റെ അച്ഛനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയ തെളിവ് വരെ എല്ലാം കിട്ടി. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട. ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ കമലമ്മയും സുധാകര മാഷും വിക്രമിനോട് പറയുന്നുണ്ട്, സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് വിക്രം? വേദ എന്തിനാണ് ഈ വീട് വിട്ടുപോയത് എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? വിക്രം പറയുന്നുണ്ട്, അച്ഛനും എനിക്കും വേണ്ടിയിട്ടാണ് വേദ ആ വീട്ടിലേക്ക് പോയതെങ്കിൽ ഞാൻ അവളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വിക്രം കുറ്റബോധം തോന്നിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ വേദയുടെ അടുത്തേക്ക് പോവാണ്. ശങ്കരനാരായണനും പത്മമൊക്കെ വേദയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്.
ദീപ്തിയും വേദയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ചേച്ചി എന്തിനാ ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രം അങ്ങനെ വേദയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. വേദയെ കണ്ട സ്നേഹത്തോടു കൂടി തന്നെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ വിക്രം പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക് വേദ, എനിക്കറിയില്ലായിരുന്നു ഒന്നും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. സത്യം എന്താണെന്ന് നീ എന്തിനാ എന്നിൽ നിന്നും മറച്ചു വെച്ചത്? എനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ത്യാഗം നീ ചെയ്യണമായിരുന്നോ? വിക്രമിന്റെ ചോദ്യം കേട്ട് വേദ കരഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും കൂടെ വരാൻ എൻ്റെ മനസ്സ് കൊതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് പേടിയായി. അതുകൊണ്ടാ ഞാൻ പലതും നിങ്ങളിൽ നിന്നും ഒഴിവാക്കിയത്. വിക്രം ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ എന്ന്. വേദ ഉടനെ തന്നെ വിക്രമിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയാണ്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സത്യവും മനസ്സിലാക്കി വിക്രം വേദയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ സീനാണ് കേട്ടോ പിന്നീട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.